ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാവർക്കും വിതരണം ചെയ്തു. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പടച്ച റബ്ബിന്റെ കാരുണ്യം കിട്ടി. ജീവിച്ചിരിക്കുന്നവരുടേത് കഴിഞ്ഞപ്പോ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ കൊടുത്തല്ലോ റബ്ബേ, ഇനി ആർക്കാണുള്ളതെന്ന് ചോദിച്ചു. മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ എല്ലാവർക്കും ജിബ്രീൽ അലൈഹിസ്സലാം വിതരണം ചെയ്യുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞല്ലോ റബ്ബേ, എന്നിട്ടും നിന്റെ വിശാലമായ റഹ്മത്ത് ബാക്കിയാണല്ലോ. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, അവിശ്വാസികളായ ആളുകൾക്ക് കൊടുത്തോളൂ. ആദ്യം പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും കൊടുക്കാനാണ്. പിന്നെ പറഞ്ഞത് മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്കും കൊടുക്കാനാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ പ്രത്യേകമായി കൊണ്ടുവന്ന റഹ്മത്ത് അത് വിതരണം ചെയ്യാൻ ഇവിടെയുള്ള അവിശ്വാസികൾക്ക് കൂടി കൊടുക്കണേ ജിബ്രീൽ. ആ റഹ്മത്ത് കിട്ടിയ ആളുകളാണത്രേ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ലൈലത്തുൽ ഖദ്റില് അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വിതരണം ചെയ്ത് കിട്ടിയ ആ റഹ്മത്ത് ലഭിച്ച അവിശ്വാസികളാണ് പിന്നീട് ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങൾ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ നിലക്ക് പോലും അനുഗ്രഹമുള്ള ഈ കാരുണ്യം നമ്മുടെ വീടുകളിൽ നിന്ന് ഇല്ലാതെയാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞത് മദ്യപാനിയുള്ള വീട്. രണ്ടാമത് കാരണം പറഞ്ഞത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന വീട്. മൂന്നാമത് കാരണം പറഞ്ഞത് കുടുംബ ബന്ധം മുറിക്കുന്ന വീട്. നാലാമത് കാരണം പറഞ്ഞത് പലിശക്കെടുത്ത് പലിശ തിന്നുന്ന വീട്. അഞ്ചാമത്തെ കാരണം പറഞ്ഞത് റസൂലുള്ളാഹി, വ്യഭിചാരം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വ്യഭിചാരത്തിലായി ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള വീട്ടില് അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാര് അവര് കടക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന നല്ല രാത്രിയിൽ നമ്മൾ ഇബാദത്ത് കൊണ്ട് മുഴുകണോ. അങ്ങനെ മാലാകമാര് മുഴുവനും അതാ നേരം വെളുക്കുന്ന സമയം പ്രഭാതമാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലുള്ള മുഴുവൻ മലക്കുകളെയും വിളിക്കുകയാണ്. നമുക്ക് പോവാൻ സമയമായി. കാരണം ഈ അനുഗ്രഹം ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അത് സമാധാനമാണ് എന്ന് പറഞ്ഞ ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മാലാകമാരെയും വിളിച്ചു കൊണ്ടുപോവുകയാണ്. അവരങ്ങ് ആകാശത്തേക്ക് കയറുമ്പോഴാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, ആ ലൈലത്തുൽ ഖദ്റിന്റെ പിറ്റേ ദിവസത്തെ പകലിന്റെ സൂര്യന് ചൂട് അനുഭവപ്പെടൂല. അതുപോലെ സൂര്യനൊരു മങ്ങലേൽക്കുകയാണ്. കാരണം എന്താ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രണ്ട് ചിറക് അത് ആകാശഭൂമി വിശാലമായ രീതിയിൽ അങ്ങ് വിടർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ആ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് സൂര്യന് ചൂടേൽക്കില്ല, സൂര്യന് മങ്ങലേൽക്കുന്നു പകൽ വെളിച്ചത്തിൽ. ആ പകല് അന്ന് സൂര്യന് ചൂടുണ്ടാവില്ല, അന്ന് സൂര്യന് മങ്ങലേൽക്കുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ലൈലത്തുൽ ഖദ്റിന്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി പറഞ്ഞു തരുന്നൊരു അടയാളമാണ്, ഇന്ന് രാത്രിയാണ് ലൈലത്തുൽ ഖദ്റെങ്കിൽ നാളെ പകലിന് സൂര്യന് ചൂടുണ്ടാവില്ല. അതുപോലെ ഇന്ന് രാത്രിക്ക് പ്രത്യേകമായൊരു തണുപ്പ് അനുഭവപ്പെടുകയാണ്. പ്രത്യേകമായൊരു തണുപ്പ്, പ്രത്യേകമായൊരു സുഗന്ധം, നല്ല മന്ദമാരുതൻ അടിച്ചു വീശുന്ന പ്രതീതിയാണ് അന്നത്തെ രാത്രി. അത് അനുഭവിക്കാൻ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളെ ലൈലത്തുൽ ഖദ്റിന്റെ വിഹിതത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ആകാശത്തേക്ക് ചൊല്ലുകയാണ്. ഒന്നാം ആകാശത്ത് ബൈത്തുൽ
ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന വലിയൊരു ഭവനമുണ്ട്. അവിടെ ധാരാളം മാലാഖമാരുണ്ട്. അവര് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് വരുന്നല്ലോ, അവിടെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതാ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ എരമംഗലത്തെ നാക്കോലയിൽ ഇന്നാലിന്ന ആളിന്റെ മകനായ ഇന്നവൻ അല്ലാഹുവിനോട് കരഞ്ഞു ചോദിക്കുന്നു, നരകമോചനം നടത്തുന്നു, സ്വർഗം ചോദിച്ചു വാങ്ങുന്നു. സ്വർഗം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ കുറിച്ച് മാലാഖമാരുടെ ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നമ്മെ കുറിച്ച് വർത്തമാനം പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ഓരോ ആകാശത്തും കയറുന്നു, ഈ ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദിക്കുന്നു. അവസാനം സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മരമായി പരിചയപ്പെടുത്തുന്ന 7-ാം ആകാശത്തിനപ്പുറത്തുള്ള സിദ്റത്തുൽ മുന്തഹ, ആ മുന്തഹയുടെ പരിസരത്തുള്ള റൂഹ് എന്ന് പേരുള്ള ഒരു വിഭാഗം മലക്കുകൾ അവര് ചോദിക്കുകയാ, ഞങ്ങൾക്കും അറിയണം, അതല്ല സിദ്റത്തുൽ മുന്തഹയാണ് ചോദിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. ഓ ജിബ്രീലേ, ഞങ്ങൾക്കും അറിയണമല്ലോ, ആ ഭൂമി ലോകത്തുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ നേരിൽ കണ്ടുകൊണ്ട് വരുന്ന നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നമ്മുടെ ഇബാദത്തിന്റെ രീതിയും രൂപവുമൊക്കെ ആ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂമി ലോകത്തൊരുപാട് അള്ളാഹുവിന്റെ അടിമകളുണ്ട്. അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണുനീരൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് രാത്രി ഉറങ്ങിയിട്ടില്ല, അവര് പകല് നോമ്പെടുത്തവരാ, അവര് ഖുർആൻ പാരായണം ചെയ്തവരാ, അവര് പാവങ്ങൾക്ക് ധർമ്മം ചെയ്തവരാ, അവര് നോമ്പ് തുറപ്പിച്ചവരാ, അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരാ, അവര് മനമുരുകി കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരം ഒഴുക്കി ദുആ ചെയ്തവരാണ്. ഇതങ്ങ് പറയുമ്പോ സിദ്റത്തുൽ മുന്തഹ സന്തോഷിക്കുകയാണ്. അങ്ങനെ സ്വർഗലോകത്തേക്ക് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ സ്വർഗം ചോദിക്കുമെന്ന് റസൂലുള്ള പറയുകയാണ്. സ്വർഗമാണ് നമ്മെ കുറിച്ച് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? അല്ല, മുഹമ്മദിന്റെ ഉമ്മത്ത് എന്താണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവര് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് മാലാഖമാരുടെ മറുപടി, ഓ സ്വർഗമേ, നീ വിശാലമായ ഈ ലോകത്തേക്ക് വരാൻ അവര് താല്പര്യപ്പെടുന്നു. അവര് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അവര് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വർഗമേ, ആ കാര്യം അങ്ങ് കേൾക്കുമ്പോ നീയാകുന്ന ഈ ഭവനത്തിൽ അവർക്ക് വരാൻ താല്പര്യമുണ്ട്, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത അങ്ങ് പറയുമ്പോ ആ സ്വർഗം അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാ, ആ ഉമ്മത്ത് മുഹമ്മദിനെ എന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ആ സ്വർഗത്തിന്റെ ദുആ കേൾക്കുമ്പോൾ മാലാഖമാര് ആമീൻ 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 എന്ന് പറയുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇത്രയും വലിയ മഹത്വമൊക്കെ പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ആ കാര്യമെന്നറിയോ? നമ്മൾ നിരന്തരമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജ്അൽ ഹാദ അശ്ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ
ലാ ഷാഹിദൻ അലൈനാ. പടച്ചവനെ, ഈ വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി തരണം അല്ലാ. പ്രതികൂലമാക്കി സാക്ഷി നിർത്തല്ലേ അല്ലാ. വജ്അൽ ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. ഞങ്ങൾക്ക് അനുകൂലമായി തെളിവ് പറയണോ, ഞങ്ങൾക്കെതിരെ പറയരുത് അല്ലാ. വജ്അൽഹു ശഫീഅൻ ലനാ യൗമൽ ഖിയാമ. പടച്ചവനെ, നാളെ പാരത്രിക ലോകത്ത് ആരും സഹായിക്കാനില്ലാതെ വരുമ്പോ പടച്ചവനെ, മിണ്ടാത്ത മനുഷ്യന്റെ ജീവനില്ലാത്ത റമളാന് പോലും ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് റമളാൻ ഞങ്ങൾക്ക് ശുപാർശകരായി നീ നൽകണേ അല്ലാ എന്ന ദുആഇന് ശേഷം നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ജ്അൽ ഹാദ അശ്ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലനാ എന്ന് ദുആ ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്. അല്ലാഹുമ്മ ജ്അൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ. പടച്ചവനെ, റമളാന് ഞങ്ങളെ തൃപ്തിപ്പെടുന്ന രീതിയിലാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ജ്അൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ. റമളാൻ ഞങ്ങളെ തൃപ്തിപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാ. ലാ തജ്അൽനാ മിമ്മൻ ഖസമഹും ശഹ്റു റമളാൻ. റമളാൻ ഞങ്ങൾക്കെതിരെ പ്രതിയോഗിയാകുന്ന, ഞങ്ങളുടെ എതിരാകുന്ന, ഞങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരവസ്ഥ റമളാൻ ആക്കിത്തരല്ലേ അല്ലാ എന്ന് നമ്മൾ നിരന്തരം ദുആ ചെയ്യുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുകയാണ്, നാളെ മഹ്ശറയിൽ ഒരാളെ കൊണ്ടുവരികയാണ്. അയാളെ മലക്കുകൾ ഇങ്ങനെ ആഞ്ഞ് തല്ലുന്നു, ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. അയാളെ ശരീരത്തിൽ നിന്ന് ചാട്ടവാറോടൊപ്പം മാംസം ഇങ്ങനെ കൊഴിഞ്ഞു വീഴുകയാണ്. അയാൾ വേദനിച്ച് കരയുകയാണ്. ഹാഹ് ഹാഹ് എന്ന് പറഞ്ഞു അയാൾ ഇങ്ങനെ മഹ്ശറയിൽ അയാൾക്കുള്ള പീഡനം മാലാകമാര് മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അയാള് ഇതാരുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഉമ്മത്ത് മുഹമ്മദാണ്, റസൂലുള്ളാഹിന്റെ സമുദായാംഗമാണെന്ന് പറയുമ്പോ ഇയാളെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാന്റെ റസൂലിന് സഹിക്കൂല. മാലാഖമാര് വല്ലാതെ അടിച്ചടിച്ച് ഇയാളെ വേദനപ്പെടുത്തി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടി ഒലിക്കുന്നുണ്ട്, രക്തമൊലിക്കുന്നുണ്ട്. കാരുണ്യത്തിന്റെ നേതാവായ കരുണയുടെ കടലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് സഹിക്കൂല. ആ സമയത്ത് റസൂലുള്ളാഹി രണ്ട് കൈയും അങ്ങ് ഉയർത്തിയിട്ട് ഈ മനുഷ്യന്റെ അദാബ് ഇല്ലാതെയാവാൻ അവരങ്ങ് റസൂലുള്ള ദുആ ചെയ്യാൻ വേണ്ടി കണ്ണങ്ങ് ഉയർത്തുമ്പോ, കൈയങ്ങ് ഉയർത്തുമ്പോ ഒരു വിളിയാളം വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് അയാളെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് ദുആ ചെയ്യണേ. അയാളെ പ്രതിസ്ഥാനത്ത് റമളാനാണ് കേട്ടോ, റമളാനാണ് അയാളുടെ പ്രതിസ്ഥാനത്ത്. അയാൾക്കെതിരെ സാക്ഷി പറയുന്നത് റമളാനാണ്, അയാൾക്കെതിരെ തെളിവ് പറയുന്നത് റമളാനാണ്, അയാളുടെ പേരിൽ അല്ലാഹുവിനോട് ശിക്ഷ കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് റമളാനാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ ജീവിച്ചിട്ട് ഒന്നും ചെയ്യാതെ റമളാനിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാതെ വലിച്ചെറിഞ്ഞ് പിച്ചു ചീന്തിയ മനുഷ്യനാണ്. അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് റമളാനാണ്. അത് ആലോചിച്ച് ദുആ ചെയ്യണ നബിയേ, ആലോചിച്ച് റെക്കമെൻഡ് ചെയ്യണേ നബിയേ എന്നൊരു അശരീരി കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൈ താത്തുന്നു, അല്ലാഹുവിന്റെ റസൂല് കണ്ണ്
താഴ്ത്തുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന ബരീഉൻ മിമ്മൻ ഖസമഹു റമളാൻ. റമളാന് എതിരായി സാക്ഷി നിൽക്കുന്നവരെ തൊട്ട് ഞാൻ ഒഴിവാണ് കേട്ടോ. ഞാൻ അവരുടെ കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മഹാന് പോലും വിട്ടു നിൽക്കുകയാണ്. റമളാൻ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് തന്നിട്ട്, ലൈലത്തുൽ ഖദ്റിന്റെ വിഹിതം തന്നിട്ട്, റമളാനിന്റെ വിഹിതം തന്നിട്ട്, നല്ല നല്ല രാത്രികൾ തന്നിട്ട്, നല്ല നല്ല സമയങ്ങൾ തന്നിട്ട്, ആ റമളാനിനെ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂലിന്റെ റെക്കമെൻഡ് പോലും അനുവദിക്കാത്ത വിധം അല്ലാഹ് ശിക്ഷിക്കുന്നു. ആ റമളാന് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നു.